എല്ലാവർക്കും നമസ്കാരം. ഞാൻ ശ്രീകാന്ത് തന്നെയാണ് അനുഭവം പറയുന്നത്. എൻ്റെ ശബ്ദം അടച്ചുപോയിട്ടോ ഇന്നലെയും മിനിഞ്ഞാന്നൊക്കെ ആയിട്ട്. അതുകൊണ്ട് ഈ ശബ്ദത്തിലാണ് ഈ അനുഭവം പറയുന്നത്. അനുഭവം നല്ലൊരു അനുഭവമായതുകൊണ്ട് ഇന്ന് തന്നെ പറയണമെന്ന് തോന്നി. അതുകൊണ്ടാണ് പറയുന്നത്. വേഗം കേൾക്കാം. ഹരേ കൃഷ്ണ. ശ്രീകാന്ത് സാറിന് നമസ്കാരം. സാർ, ഞാൻ നമ്മുടെ കുടുംബത്തിലെ ഒരു അംഗമാണ് കേട്ടോ. തൃശ്ശൂരിൽ നിന്നുള്ള രമ. എനിക്ക് സന്തോഷമുള്ള ഒരു അനുഭവം ഉണ്ടായിട്ടോ. അത് സാറിനോട് പറയണമെന്ന് തോന്നി. ഒരു ദിവസം കാലത്ത് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുമ്പോഴേ കണ്ണനോട് പറഞ്ഞു, ഭഗവാനെ, എന്നെ ഇഷ്ടമാണെങ്കിൽ എനിക്കൊരനുഭവം തരണേന്ന്. കണ്ണനോട് സംസാരിക്കുന്ന പതിവുണ്ട് കേട്ടോ. അങ്ങനെ വീടിന്റെ ടെറസിൽ പോയി ഭഗവാനെ ഉറക്കെ വിളിച്ചു, നാരായണ എന്ന്. നാരായണ നാമം ഉരുവിട്ടുകൊണ്ടിരുന്നു. എവിടെ നിന്നാണെന്ന് അറിയില്ല കേട്ടോ. ഗരുഡൻ വീടിന് മുകളിൽ വട്ടമിട്ട് പറക്കുന്നു. പെട്ടെന്ന് തിരിച്ചുപോയി. എനിക്ക് സന്തോഷമായി. കണ്ണ് നിറഞ്ഞൊഴുകി. ഞാൻ ചോദിച്ചു, തിരക്കായിരിക്കില്ലേ, എന്നെ ഒന്ന് കാണാൻ വന്നിട്ട് പോവാണോ എന്ന്. എല്ലാവരുടെയും കാര്യം അന്വേഷിക്കേണ്ടതല്ലേ എന്ന്. സത്യം പറഞ്ഞാൽ അത്ഭുതപ്പെടുത്തിയത് എന്താണെന്നോ, അന്നത്തെ അലങ്കാരം ഗരുഡന്റെ പുറത്തിരിക്കുന്ന ഭഗവാനായിരുന്നു. ഞാൻ കരഞ്ഞു വിളിച്ചപ്പോൾ ദർശനം ഇവിടെ തന്നിട്ട് ഗുരുവായൂർക്ക് പോയതാവാ അല്ലേ സാർ? ഞാൻ അങ്ങനെ വിശ്വസിക്കുന്നു. ഇവിടെ അപൂർവമായിട്ടാണ് ഗരുഡനെ കാണാറുള്ളത്. ഹരേ കൃഷ്ണ. ഇതെല്ലാം അത്ഭുതപ്പെടുന്ന കാര്യം തന്നെയാണല്ലേ. അന്ന് അമ്മ ഗരുഡനെ കണ്ടു. കണ്ണനെ കാണണമെന്ന് ഒരു അനുഭവം തരണമെന്ന് പ്രാർത്ഥിച്ചിട്ടേ ഉള്ളൂ. ഭഗവാൻ നേരിട്ട് വന്നങ്ങ് തന്നു അനുഭവം. ഇതോ അത്യത്ഭുതമായിട്ടുള്ളൊരു അനുഭവം തന്നെയാണല്ലേ. അന്ന് തന്നെ ഉച്ചപൂജാലങ്കാരം ഗരുഡന്റെ പുറത്തിരിക്കുന്ന കണ്ണൻ. ഇതിൽ കൂടുതൽ സന്തോഷത്തിന് വേറെ എന്ത് വേണമല്ലേ. ഞാൻ കൂടുതൽ നീട്ടുന്നില്ല. ശബ്ദം ഇടറിപ്പോകുന്നുണ്ട്. കുറേ പ്രശ്നങ്ങളുണ്ട്. അപ്പം എല്ലാവരും പ്രാർത്ഥിക്കട്ടോ. പിന്നെ വാട്സപ്പ് ഗ്രൂപ്പിലേക്ക് വരാം. കഴിയുന്ന ദിവസമൊക്കെ കൃഷ്ണവിഗ്രഹം സമ്മാനം നമ്മൾ കൊടുക്കുന്നുണ്ട്. ഗ്രൂപ്പിൽ വരുന്നവർക്ക് ജോയിൻ ബട്ടണിലൂടെ വരിക. വേറെ വിശേഷങ്ങളൊന്നും ഇല്ലല്ലോ. ഹരേ കൃഷ്ണ.